ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ എത്ര വലിയ തടസ്സവും മാറി അസാധ്യങ്ങൾ പലതും സാധ്യമാകും. ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ പോകുന്ന ഏത് കാര്യങ്ങളിലും നിങ്ങളെ കർത്താവ് വിജയിപ്പിക്കും. കർത്താവായ ദൈവം അനുഗ്രഹങ്ങളുടെ വാതിൽ നിങ്ങൾക്ക് നേരെ തുറന്നാൽ അത് മറ്റാർക്കും തന്നെ അടയ്ക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥ, മഴയും പ്രകൃതിക്ഷോഭങ്ങളും കാരണം നഷ്ടപ്പെട്ടു പോയ ജോലി, നഷ്ടപ്പെട്ടു പോയ ഭവനം, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, ഇവയെല്ലാം വീണ്ടെടുക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ഇന്ന് നടത്തുന്നതിനും ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായും ഹൃദയം നുറുങ്ങി അവിടുത്തെ വിളിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് പരിഗണിക്കും. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സമയം ഇനിയും കാലതാമസം കൂടാതെ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് അനുഗ്രഹിക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് കർത്താവെ, നിന്നെ എനിക്ക് സ്വന്തമാക്കണം, കർത്താവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ സ്വന്തമാക്കുന്നവന് അതിനോടുകൂടി സമസ്തവും കൂട്ടിച്ചേർക്കപ്പെടും എന്ന തിരുവചനം ഇന്ന് നമ്മിൽ കർത്താവ് സാധിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ നാം കണ്ടെത്തും. കർത്താവിനെ കണ്ടെത്തുന്നവൻ വലിയ അനുഗ്രഹങ്ങളുടെ വാതിലാണ് കണ്ടെത്തുന്നത്, വലിയ അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് കണ്ടെത്തുന്നത്. അതിനാൽ നമ്മുടെ പ്രതീക്ഷ കർത്താവിലായിരിക്കട്ടെ. കർത്താവായ യേശുവിനെ സ്വന്തമാക്കുന്നവൻ എല്ലാ അനുഗ്രഹങ്ങളെയും ആണ് സ്വന്തമാക്കുന്നത്. വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും. അവൻ പിതൃഭവനത്തിന് മഹത്വത്തിൻ്റെ സിംഹാസനമായി മാറും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്നതിനായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഓരോ നിമിഷത്തെയും അങ്ങയുടെ പരിപാലനയ്ക്കായി ഈ പ്രഭാതത്തിൽ ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നോളം ഞങ്ങളെ പരിചരിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ വലിയ പദ്ധതിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി അന്വേഷിച്ച് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ നേരിട്ട് വേദനിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഭവനം പണി തുടങ്ങി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കോടതി കേസുകൾക്ക് ഇതുവരെയും തീർപ്പ് കൽപ്പിച്ചിട്ടില്ലാത്തതിനാൽ നഷ്ടമാകുന്ന സമയം, സമാധാനം, ഇവയ്ക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിദേശ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇതുവരെ സാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശ ജോലിക്ക് പോകേണ്ടതിനാൽ പരീക്ഷകൾ എഴുതി വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം രോഗികളായ എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്
ജീവിതത്തിൻ്റെ എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് സൗഖ്യവും സമാധാനവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കുരുങ്ങിക്കിടക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ തകർച്ചകൾ മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ തടസ്സങ്ങളെയും മാറ്റി, അനുഗ്രഹങ്ങൾക്കുള്ള തടസ്സങ്ങളെ മാറ്റി വലിയ കാര്യങ്ങളെ ഇന്ന് അവിടുന്ന് നടത്തിച്ചു തരണമേ. വലിയ നന്മ ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദിവസമാകട്ടെ. കർത്താവെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന ഓരോ വ്യക്തിയുടെയും കൂടെ നീ നിന്ന് അവരുടെ ആവശ്യങ്ങളിൽ നീ സഹായമയച്ച് അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. വഞ്ചകരിൽ നിന്നും ചതിവന്മാരിൽ നിന്നും ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ സമയവും പണവും ഞങ്ങളുടെ കഴിവുകളും അവസരങ്ങളും നഷ്ടമാക്കാതെ ഇന്നെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തോടുകൂടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും അവിടുന്ന് മാനിക്കണമേ. ഞങ്ങളുടെ തകർച്ചകളെ അവിടുന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി, ഞങ്ങളുടെ ലാഭമാക്കി, ഞങ്ങളുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുന്ന ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നതിനും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ തേടുന്നതിനും അങ്ങയെ കണ്ടെത്തുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ അങ്ങ് ഉപവിഷ്ടനാകുമ്പോൾ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നോക്കണമേ. കർത്താവേ, ദാരിദ്ര്യത്തിലും പട്ടിണിയിലും നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്തിട്ടും അതിന് യാതൊരു ശമ്പളവുമില്ലാതെ ദുരിതപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ ഇടപെടണമേ. അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വിശ്വാസമർപ്പിച്ച് ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങൾ പോകുന്ന ഓരോ ആവശ്യങ്ങളെ, ഗവൺമെൻറ് ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നന്മയുടെ ദിവസമാക്കി മാറ്റണമേ. അനേക നാളായി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ജോലി, ഒരു സ്ഥിരമായ ജോലിയും വരുമാനവും ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ. ദൈവമേ, ഞങ്ങളുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള, ഞങ്ങളുടെ പഠനത്തിനനുസരിച്ചുള്ള, ഞങ്ങളുടെ പരിചയത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജോലിയിൽ പ്രാഗൽഭ്യമുള്ളവരായി മാറുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എല്ലാവിധ പ്രാഗൽഭ്യവും അറിവും ജ്ഞാനവും ഉള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ദൈവമേ, ഏത് മേഖലയിലും ഞങ്ങൾ പ്രഗത്ഭരാകി ചെയ്യുന്നതിനു വേണ്ടി ആരും ഞങ്ങളുടെ ജോലിക്ക് കുറ്റം പറയാതെ എല്ലാവരും അംഗീകരിക്കത്തക്കവണ്ണം ഏറ്റവും മികച്ചതായ ജോലി ചെയ്തു തീർക്കുവാൻ അങ്ങയുടെ ജ്ഞാനം ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ദൈവസന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ അതാർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. അനുഗ്രഹങ്ങളുടെ വാതിൽ അങ്ങ് ഞങ്ങളുടെ നേരെ തുറക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ അനുഗ്രഹിച്ചാൽ അതാർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. സ്വർഗീയ നിധികളുടെ ഭണ്ഡാരം അങ്ങ് ഞങ്ങൾക്ക് വേറെ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ സാധിക്കുകയില്ല. അതുപോലെ അങ്ങ് ഞങ്ങൾക്ക് നേരെ അനുഗ്രഹങ്ങളുടെ വാതിൽ അടച്ചാൽ അതാർക്കും തുറക്കാനും സാധിക്കുകയില്ല. കർത്താവെ, ഇന്നത്തെ ദിവസം അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങ് നൽകുന്ന സമാധാനവും സന്തോഷവും വിജയവും ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കൃപ തരണമേ. എല്ലാറ്റിലും ഉപരി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും പാലിക്കുന്നതിനും കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്ന്, നിസ്സഹായതയിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി കരകയറ്റണമേ. ദൈവമേ,
അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിനെ അതിശയിപ്പിക്കുന്ന ജ്ഞാനവും സമ്പത്തും ബന്ധങ്ങളും ഉന്നത പദവിയും എല്ലാം ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. ദൈവമേ, എല്ലാ ശൂന്യത അവസ്ഥയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങളെ അങ്ങയെ അനുസരിക്കുന്നവരാക്കി മാറ്റണമേ. ദൈവം ഞങ്ങൾക്ക് നേരെ നീട്ടിവെച്ചിരിക്കുന്ന ഉപദേശങ്ങളെ, ഞങ്ങൾക്ക് നേരെ നീട്ടിവെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ദൈവമാർഗത്തിൽ ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന ദൈവമേ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും അതുമൂലം ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുമായി ഒരു അടുത്ത ബന്ധം പുലർത്തുവാൻ, ഒരടുത്ത വ്യക്തിബന്ധം പുലർത്തുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നുമെന്നും അങ്ങ് ഞങ്ങളുടെ ബന്ധുവാണ്, അങ്ങ് ഞങ്ങളുടെ പിതാവും മാതാവുമാണ്, അങ്ങ് ഞങ്ങളുടെ സഹോദരനും സഹോദരിയുമാണ്. ഞങ്ങളുടെ എല്ലാം കർത്താവായ യേശുവേ അങ്ങാണ്. അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കുന്നു. കർത്താവേ, അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഇന്ന് ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. ദൈവമേ, ജീവിതത്തിൽ നിസ്സഹായത അനുഭവിക്കുന്ന, ജീവിതത്തിൽ വലിയ തകർച്ചകളിൽ കൂടി പോകുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ മറികടന്ന് അവിടുത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കുന്നതോടൊപ്പം ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ, സമൂഹത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പുറത്തു പോകുന്ന ഓരോരുത്തർക്കും വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്തി കൊടുക്കണമേ. ദൈവമേ, അങ്ങയുടെ സന്തോഷം ഇന്ന് ഞങ്ങളിൽ കുടികൊള്ളണമേ. അങ്ങയുടെ സന്തോഷം പൂർണ്ണമായും ഇന്ന് ഞങ്ങളിൽ കുടികൊള്ളണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും ഞങ്ങൾക്ക് ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിച്ചറിയുവാനും ഓരോ നിമിഷവും ദൈവം നൽകിയ അനന്തകോടി കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, വേദനിച്ചിരിക്കുന്ന ഹൃദയത്തിൽ അവിടുന്ന് ആശ്വാസം നൽകണമേ. പ്രതീക്ഷയറ്റ ഹൃദയത്തിൽ അവിടുന്ന് പ്രത്യാശ നൽകണമേ. ദൈവമേ, തളർന്ന മനസ്സിന് ശക്തി നൽകണമേ. രോഗമായിരിക്കുന്ന ശരീരത്തിന് അവിടുന്ന് ആരോഗ്യം നൽകണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നതിനും മഹത്തരമായ ജീവിതം നയിക്കുന്നതിനും അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ, ഞങ്ങളെ ഉപദേശിക്കണമേ. ഓരോ നിമിഷവും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തു തീർക്കുവാനുള്ള കൃപ തരണമേ. ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ഏറ്റെടുത്ത് ചെയ്തു തീർക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ജ്ഞാനവും സമയവും കഴിവും ശക്തിയും ഓജസ്സും ഉത്സാഹവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ കൂടുതൽ ശുഷ്കാന്തിയോടെ ചെയ്യുന്നതിനും പ്രതിഫലം ദൈവത്തിൽ നിന്നും മാത്രം പ്രതീക്ഷിച്ച് ജോലി ചെയ്യുവാൻ, ആത്മാർത്ഥമായി ജോലി ചെയ്യുവാൻ, എൻ്റെ പൂർണ്ണ കഴിവുകളെ ഉപയോഗിച്ച് ജോലി ചെയ്യുവാൻ കർത്താവേ, ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കൂടെ നിന്ന് ഇന്ന് വിജയം നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും മാറ്റി വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി ഇന്ന് ഞങ്ങളെ മാറ്റണമേ. എല്ലാ സാധ്യങ്ങളെയും അവിടുന്ന് ഇന്ന് ഇടപെട്ട് സാധ്യമാക്കി തരണമേ. കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വേദനയെ അവിടുന്ന് കാണണമേ. അവരുടെ ആവശ്യങ്ങൾക്ക് മേലെ ഇന്ന്
നിന്ന് അവിടുന്ന് ഇടപെടണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. എല്ലാറ്റിലും ഉപരി എൻ്റെ ദൈവത്തെ എനിക്ക് സ്വന്തമാക്കുവാൻ, എൻ്റെ ദൈവത്തോട് എനിക്കൊരു വ്യക്തിഗത ബന്ധം പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങയ്ക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എല്ലാ വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നതിനും സന്തോഷവും സമാധാനവുമുള്ള ജീവിതമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാവലായി നിങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അസാധ്യങ്ങളെന്ന് തോന്നുന്ന സകലതിനെയും സാധ്യമാക്കി വലിയ അത്ഭുതങ്ങൾ നടത്തി നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.